Yo guys, welcome back to another brand new video. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് യൂറോ യു എസ് ഡിയിൽ നമ്മൾ കഴിഞ്ഞ ഡേയിൽ ന്യൂയോർക്ക് സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള കാരണം അതുപോലെ ആ ഒരു ട്രേഡും ജസ്റ്റ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾ ഓവർ ഒരു ബിയറിഷ് ഓർഡർ ഫ്ലോ ആയിരുന്നു, ബിയറിഷ് ട്രെൻഡിലായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ കാണാൻ പറ്റും റീസെൻ്റ്ലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഒരു സ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു. ഓക്കെ, അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നുണ്ടായിട്ടുള്ള ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. സോ ഫ്രം ഹിയർ ടു ഹിയർ ഇതായിരുന്നു നമ്മളെ ആ ഒരു ലാസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുന്നത് 1 hour ടൈം ഫ്രെയിമിലായിരുന്നു. ഓക്കെ, സോ ഓൾ ഓവർ നമ്മൾ 4 hourലും അതുപോലെ ഡെയിലിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ നമ്മൾ ബിയറിഷ് ആണ്. ഓക്കെ, സോ നമ്മൾ ന്യൂയോർക്ക് സെഷനിലായിരുന്നു ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ന്യൂയോർക്ക് സെഷനിൽ നമ്മൾ എടുക്കാറുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി 10:30 ആ ഒരു 10 o'clock എന്നുള്ള ആ ഒരു ടൈമാണ്. ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടൈം സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UTC-4 ന്യൂയോർക്ക് ടൈം സോണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 10:30 മുന്നായിട്ട് മാർക്കറ്റ് ഏതെങ്കിലും ഒരു മേജർ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മൊമെന്റം ഷിഫ്റ്റ് തരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡറാണ് ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ കാണാൻ പറ്റും മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, ഇപ്പോൾ ഈ ട്രേഡിംഗ് റേഞ്ചിന് ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇതാണ് നമ്മളെ അടുത്തൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇത് രണ്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എപ്പോഴും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു ഇവിടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അടുത്ത് മാർക്കറ്റ് നേരെ താഴോട്ടേക്ക് വന്നു. പിന്നെ അടുത്ത മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ എടുത്ത സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റം ഷിഫ്റ്റും കാര്യങ്ങളും ഇവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ടൈം ഫ്രെയിംസിൽ ലൈക്ക് സ്ലോ ടൈം ഫ്രെയിംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് ആ ഒരു ന്യൂയോർക്ക് ഓപ്പൺ ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ആ ന്യൂയോർക്കിന്റെ ടൈം സോണിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്കിവിടെ ആ ഒരു സ്വീപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ചെയ്തു, ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ലെഫ്റ്റ് ചെയ്തു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ തൊട്ടടുത്തായിട്ട് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കണ്ട സമയത്താണ് നമുക്ക് ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് ഇവിടെ ഫോം ചെയ്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്തത്. സോ നമുക്ക് കാണാൻ പറ്റും എല്ലാ കൺഫർമേഷൻസും നമുക്കിവിടെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു, മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. പിന്നെ അതുപോലെ നമ്മളെ മേജർ ടൈം സോണിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ആ ഒരു സോൺ എൻട്രി എടുക്കാം. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ്, മൊമെന്റം ഷിഫ്റ്റ്, അതുപോലെ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ്, FVG എല്ലതും നമുക്ക് ഫേവറേറ്റ് ആണ് ഇവിടെ ഉള്ളത്. സോ ഒബിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡ് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ ആ ഒരു ട്രേഡ് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് റീസെന്റ് ഹൈ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലിക്വിഡിറ്റി പോയിന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്, അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഈക്വൽ ലോ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ലോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നലെ ന്യൂയോർക്ക് സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ടൈം സോണിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ UTC-4 ന്യൂയോർക്ക് സെഷന്റെ അല്ലെങ്കിൽ ന്യൂയോർക്കിന്റെ ടൈം സോണിൽ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ഇപ്പോൾ ഈ ഒരു ടൈം സോൺ നമ്മൾ ഇന്ത്യൻ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
7:30 ലൈക്ക് 7:30 to 8:30 എന്നുള്ള ആ ഒരു ടൈം സോണിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സിനാരിയോ നോക്കേണ്ടത്. ഓക്കെ, 7:30 ശേഷം മാർക്കറ്റ് അല്ലെങ്കിൽ 7:00 മുന്നായിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു സെറ്റപ്പ് ബോർഡ് ഫോം ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 7:00 ശേഷം എൻട്രി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 7:00 ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റപ്പ് ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റി ഗ്രാബും മൂവ്മെന്റും ഷിഫ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈം സോണിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ആ ഒരു ലൈക്ക് ആ ടൈം സോണിന്റെ ഉള്ളിൽ അതിന് മുന്നായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ലിക്വിഡിറ്റി ഗ്രാബും മൊമെന്റം ഷിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ലൈക്ക് ആ ഒരു ന്യൂയോർക്ക് ഓപ്പൺ അല്ലെങ്കിൽ ന്യൂയോർക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂയോർക്ക് റണ്ണിങ് ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈസി ആയിട്ട് ടാർഗറ്റ് മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നലെ അടുത്തുണ്ടായിരുന്ന ട്രേഡ്. സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ലിങ്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫോം ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോം കാണാൻ കഴിയും. ഓക്കെ, ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.